Next question, the price of tomatoes increased and people buy tomato puree. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ മറ്റേതിൻ്റെ ഡിമാൻഡ് കൂടി. സോ യു ഇൻഫർ ദാറ്റ് ടൊമാറ്റോ പ്യൂരി ആൻഡ് ടൊമാറ്റോസ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. Chicken and fish are substitutes. Okay, if the price of chicken increases, the demand for the fish will increase. Okay, പോസിറ്റീവ് റിലേഷൻ ആണല്ലോ. അപ്പോൾ ഒന്നിൻ്റെ പ്രൈസ് കൂടിയാൽ ഒന്നിൻ്റെ ഡിമാൻഡ് കൂടും. സോ ഇൻക്രീസ് ആൻഡ് ദ ഡിമാൻഡ് കർവ് ഫോർ ഫിഷ് വിൽ ഷിഫ്റ്റ് റൈറ്റ് ടുവേർഡ്സ്. അപ്പോൾ ഇത് ഡിറ്റർമിനൻ്റ് ഓഫ് ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ ഷിഫ്റ്റാണ് സംഭവിക്കുക. പൊട്ടാറ്റോ ചിപ്സ് ആൻഡ് പോപ്കോൺ ആർ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. എ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് പൊട്ടാറ്റോ ചിപ്സ് വിൽ ഇൻക്രീസ്. അപ്പോൾ ഒന്ന് റൈസാണ് കണ്ട അപ്പം തന്നെ ഇൻക്രീസ് തന്നെ ആയിരിക്കും. ദ ഡിമാൻഡ് ഫോർ പോപ്കോൺ ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് പോപ്കോൺ സോൾഡ് വിൽ ഇൻക്രീസ്. Next, if the price of orange juice increases, the demand for the apple juice will increase because they are substitutes. An increase in the demand for computers, other things remaining the same, will increase the number of computers bought. Okay, atrollo simple. When total demand for a commodity whose price has fallen increases, it is due to ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് കൊണ്ടാണ് പ്രൈസ് ഫോൾ ചെയ്യുമ്പോൾ ഡിമാൻഡ് കൂടുന്നതെന്ന് ഞാൻ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഇമോജീസൊക്കെ വെച്ചിട്ട് ഇല്ലേ, ആണോ അല്ലയോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഇൻകം എഫക്റ്റ് പ്ലസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനെയാണ് പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇവിടെ പ്രൈസ് ഇഫക്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് തന്നെ ചൂസ് ചെയ്യണം. യെസ്, അപ്പോൾ പ്രൈസ് ഇഫക്റ്റ് ഉണ്ട്, അത് ചൂസ് ചെയ്തു. വിത്ത് എ ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് റിയൽ ഇൻകം ഇൻക്രീസസ്. അതെ, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. സപ്പോസ് ഒരു കമ്മോഡിറ്റിക്ക് 100 റുപ്പീസാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് കുറഞ്ഞ് 80 ആയിക്കഴിഞ്ഞാൽ 20 റുപ്പീസ് വെച്ചിട്ട് നമുക്ക് വേറെ വാങ്ങാനുള്ള ഇൻകം കൂടിയില്ലേ, വേറൊരു കമ്മോഡിറ്റി വാങ്ങാനുള്ള ഇൻകം കൂടിയില്ലേ, അല്ലേ, കൂടിയില്ലേ? അപ്പോൾ അതുകൊണ്ട് കൺസ്യൂമേഴ്സ് റിയൽ ഇൻകം ഇൻക്രീസസ് എന്നാണ് പറയുക. വിത്ത് ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി. With an increase in the price of diamond, the quantity demanded also increases. അപ്പോൾ ഡയമണ്ടിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ദിസ് ഈസ് ബിക്കോസ് ഇതെന്തുകൊണ്ടാണ്? കോൺസ്പീഷ്യസ് ഗുഡ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഡയമണ്ടിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റിയും ഡയമണ്ടിൻ്റെ കൂടുതൽ വിറ്റ് പോകണമെങ്കിൽ, ക്വാണ്ടിറ്റി ഡിമാൻഡും ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അത് കോൺസ്പീഷ്യസ് ഗുഡ് ആയതുകൊണ്ടാണ്. ഇവിടെ 2 ഗുഡിനെ പറ്റി പറയുന്നില്ല. അപ്പോൾ പിന്നെ ഈ റിലേറ്റഡ് ഗുഡ്സായ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിനെയും കോംപ്ലിമെൻ്ററി ഗുഡ്സിനെയും നോക്കണ്ട. 2 ഗുഡ്സിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ മാത്രമേ അവരെ പറ്റി നോക്കിയാൽ മതി. ഇനി ആൻ എക്സാമ്പിൾ ഓഫ് ഗുഡ്സ് ദാറ്റ് എക്സിബിറ്റ് ഡയറക്റ്റ് പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ്. ജിഫൻ ഗുഡ്സ് ആണ് ഡയറക്റ്റ് പ്രൈസും ഡിമാൻഡും തമ്മിൽ റിലേഷൻ കാണിക്കുന്നത്. ജാക്ക് ഫ്രൂട്ട് ഇൻ USA, കപ്പ ഇൻ കേരള. In economics, when demand for a commodity increases with a fall in its price, it is known as, സ്വന്തം പ്രൈസ് കൊണ്ടാണല്ലോ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തത്, അപ്പോൾ അതിനെ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്നാണ് പറയുക. അപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്താൽ ഡിമാൻഡ് എക്സ്പാൻഡ് ചെയ്തു എന്നാണ് അർത്ഥം. അപ്പം വിത്ത് ഫോൾ ഇൻ ഇറ്റ്സ് പ്രൈസ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതിനെ എക്സ്പാൻഷൻ എന്നാണ് പറയുക. ദി ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് എ ഗുഡ് ഓർ സർവീസ് ഈസ് ദി എമൗണ്ട് ദാറ്റ്. ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ആക്ച്വലി ബോട്ടാണോ? അല്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വില്ലിങ് ആയിട്ടുള്ളതാണ്. വില്ലിങ് ടു ഓഫർ ഇൻ ദ മാർക്കറ്റാണ് ശരിക്കും ക്വാണ്ടിറ്റി സപ്ലൈഡ് കൊണ്ട് നമ്മൾ എക്കണോമിക്സിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡിമാൻഡ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ആയാലും വില്ലിങ് ടു വാങ്ങാൻ ആഗ്രഹിക്കുന്നതിനെയാണ് പറയുന്നത്. അപ്പം പ്രൊഡ്യൂസേഴ്സ് വിച്ച് ദേ കുഡ് സെൽ അറ്റ് എ ഹയർ പ്രൈസ്, അതൊന്നല്ല. അപ്പോൾ സപ്ലൈനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരിക്കലും ബൈ എന്നുള്ള ഓപ്ഷൻ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ ഡിയിൽ പീപ്പിൾ ആർ വില്ലിങ് ടു ബൈ എന്ന് പറയുന്നുണ്ട്, അതല്ലല്ലോ. അപ്പം പ്രൊഡ്യൂസേഴ്സ് പ്ലാൻ ടു സെൽ ഡ്യൂറിങ് എ ഗിവൻ ടൈം പീരീഡ് അറ്റ് എ ഗിവൻ പ്രൈസ്. അതാണ് ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്ന് പറഞ്ഞാൽ, പ്ലാൻ ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. സപ്ലൈ ഈസ് ദ. അപ്പോൾ സപ്ലൈ ഈസ് ദ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഡിമാൻഡ് ഈസ് ദ എന്നൊക്കെ ചോദിച്ചാൽ ലോ ഓഫ് ഡിമാൻഡാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എൻറ്റയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ആൻഡ് ദ പ്രൈസ് ഓഫ് ദി ഗുഡ്. ഇൻ ദ ബുക്ക് മാർക്കറ്റ് ദ സപ്ലൈ ഓഫ് ബുക്സ് വിൽ ഡിക്രീസ്. അപ്പോൾ സപ്ലൈ എപ്പോഴാണ് ഡിക്രീസ് ചെയ്യുക? ഇഫ് എനി ഓഫ് ദ ഫോളോയിങ് ഒക്യൂസ് എക്സെപ്റ്റ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ വായിച്ചു നോക്കുക. എ ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ബുക്ക് പബ്ലിഷേഴ്സ്, അത് അതർ ഫാക്ടേഴ്സാണ്. എ ഡിക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ദ ബുക്ക്, അത് മറ്റേ ഓൺ ഫാക്ടറാണ്. ആൻ ഇൻക്രീസ് ഇൻ ദ ഫ്യൂച്ചർ എക്സ്പെക്റ്റഡ് പ്രൈസ് ഓഫ് ദ ബുക്ക്, അത് അതർ ഫാക്ടറാണ്. ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ദ പേപ്പർ യൂസ്ഡ്,
അതും കോസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് അതെന്താണ് അതർ ഫാക്ടറാണ്. അപ്പോൾ ഇതിലൊക്കെ വ്യത്യസ്തമായിട്ട് നിൽക്കണ ഒരാളുള്ളൂ, എ ഡിക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ദ ബുക്കാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഓൺ പ്രൈസ് കാരണം മാറുന്നത് കൊണ്ട് ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണ് കുറയുക. ഓക്കെ, ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണ് കുറയുക. ബാക്കിയുള്ളതിലൊക്കെ സപ്ലൈ ആണ് കുറയുക, മൊത്തത്തിലുള്ള സപ്ലൈ ആണ് കുറയുക. ഈ പ്രൈസിൻ്റെ കാരണം കൊണ്ട് ഓൺ പ്രൈസ് കാരണമാകുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണല്ലോ കുറയുക. അപ്പോൾ അതുകൊണ്ടാണ് അതെന്നെ ചൂസ് ചെയ്യുന്നത്. ഇവിടെ ചോദിച്ചത് സപ്ലൈ കുറയുന്നതാണ്, ക്വാണ്ടിറ്റി സപ്ലൈഡ് കുറയുന്നതല്ലല്ലോ. സപ്ലൈ കുറയുക ബാക്കിയുള്ള കാരണങ്ങൾ കൊണ്ടാണ്, ക്വാണ്ടിറ്റി സപ്ലൈഡ് കുറയുക ആ ഓപ്ഷൻ ബി കാരണമാണ്, ഓൺ പ്രൈസ് കുറയും. എന്തായാലും ആ ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളതൊക്കെ അതർ ഡിറ്റർമിനൻസ് കാരണമാണ് മാറുന്നത്. അപ്പം ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി. ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്, നമ്മൾ സിമ്പിളായിട്ട് സില്ലി ആയിട്ട് ആൻസർ പിക്ക് ചെയ്യുക തന്നെ. നെക്സ്റ്റ് ആണ്, ഇഫ് ദ പ്രൈസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻക്രീസസ് ബൈ 10% പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ സപ്ലൈ ഇൻക്രീസസ് ബൈ 25. അപ്പോൾ ഒന്നുമില്ല, ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡിവൈഡഡ് ബൈ പിന്നെ ആ ഒരു പ്രൈസാണല്ലോ. അപ്പം ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി സപ്ലൈ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ദ പ്രൈസ്. അപ്പോൾ 25/10 എന്ന് പറഞ്ഞാൽ 2.5 ആണ്. എപ്പോഴും സപ്ലൈ ആയതുകൊണ്ട് പ്രൈസും സപ്ലൈയും തമ്മിൽ പോസിറ്റീവ് റിലേഷൻ ആയതുകൊണ്ട് പോസിറ്റീവ് 2.5 ആണ്. ഇവിടെ ഓപ്ഷനിൽ നെഗറ്റീവ് ഒക്കെ തന്നിട്ടുണ്ട്. ഇനി an increase in the number of sellers of the bike will increase the supply of bikes. ഓക്കെ, അതായത് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഡിറ്റർമിനൻ്റ് ആയിരുന്നു അല്ലേ. നമ്പർ ഓഫ് ദ സെല്ലേഴ്സ് കോമ്പറ്റീഷനൊക്കെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈയും ഇൻക്രീസ് ചെയ്യും. ഇനി ഇഫ് ദ സപ്ലൈ ഓഫ് ബോട്ടിൽഡ് വാട്ടർ ഡിക്രീസസ് അതർ തിങ്സ് റിമെയിനിങ് ദ സെയിം. അപ്പം എന്തുകൊണ്ടായിരിക്കും ദ ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്താവുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ല, ഇപ്പോൾ എന്തിൻ്റെ സപ്ലൈ ആണോ കുറഞ്ഞത് അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഷോർട്ടേജ് വന്നാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡിക്രീസ്ഡ് ആണ്. സപ്ലൈ കുറഞ്ഞല്ലോ, അപ്പോൾ ക്വാണ്ടിറ്റി എന്തായാലും ഡിക്രീസ്ഡ് ആണ്. അപ്പോൾ അത് കോമൺലി ആലോചിച്ചിട്ട് സിമ്പിളായിട്ട് ഒരു ആൻസർ എടുത്താൽ മതി. ഇനി എ ഡിക്രീസ് ഇൻ ദ ഡിമാൻഡ് ഫോർ ക്യാമറാസ് അതർ തിങ്സ് റിമെയിനിങ് ദ സെയിം വിൽ. അപ്പം ക്യാമറയുടെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? ഡിക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ക്യാമറ ഡിമാൻഡഡ് അല്ലേ. ഡിക്രീസ് ഇൻ ദ ഡിമാൻഡ് ഫോർ ക്യാമറ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കുറഞ്ഞു എന്നാണ് അർത്ഥം. നമുക്കറിയുന്ന ഓപ്ഷൻ അതാണല്ലോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഓപ്ഷൻ പിക്ക് ചെയ്യുക. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഇൻഫീരിയർ ഗുഡ് ഈസ് ഫോൾസ് എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കുമ്പോൾ ഇൻഫീരിയർ ഗുഡ് ആർ ദോസ് ദാറ്റ് വി വിൽ നെവർ ബൈ നോ മാറ്റർ ഹൗ ചീപ്പ് ദേ ആർ. അപ്പോൾ അതന്നെ ഫോൾസ് ആണല്ലേ. പിന്നെ ഇവിടെ ഓപ്ഷനിൽ 1 and 3 ഓൺലി, 1 ഓൺലി, 3 ഓൺലി എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ വായിച്ചു നോക്കണം. അപ്പം ഇൻഫീരിയർ ഗുഡ്സ് ആർ ദോസ് ദാറ്റ് വി ബൈ മോർ ഓഫ് ഇഫ് വി ബിക്കം പുവറർ. അത് ശരിയാണ്, പുവറർ ആകുമ്പം മോർ വാങ്ങും. ഇൻഫീരിയർ ഗുഡ്സ് ആർ ദോസ് ദാറ്റ് വി ബൈ മോർ ഓഫ് ഇഫ് വി ബിക്കം റിച്ചർ. അത് ഫോൾസ് ആണ്. അപ്പം ഫോൾസ് ആയിട്ടുള്ളതാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ 1ഉം 3ഉം ആണ് ഫോൾസ്. അപ്പോൾ 1 and 3 ഓൺലി എന്നുള്ള ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി കംഫർട്ട് ലൈ ബിറ്റ്വീൻ, കംഫർട്ട് ലൈ ചെയ്യുന്നത് നെസസറീസിൻ്റെയും ലക്ഷറീസിൻ്റെ ഇടയിലാണ്. അപ്പം ഓപ്ഷൻ സി. ഇൻ എ വെരി ഷോർട്ട് പീരീഡ് ദ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അല്ലേ, ഫിക്സ്ഡ് ആയിരിക്കും, കനോട്ട് ബി ചേഞ്ച്ഡ്. ആ ഫിഷിനെ ഓർത്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് സപ്ലൈ കർവ് വെർട്ടിക്കലായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് സപ്ലൈ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് 0 ആയി മാറിയത് സപ്ലൈ. വെൻ സപ്ലൈ കർവ് മൂവ്സ് ടു ദ ലെഫ്റ്റ് ഇറ്റ് മീൻസ്, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്താൽ എന്താ അർത്ഥം? സപ്ലൈ കുറഞ്ഞു എന്നാണ് അർത്ഥം. ലെസ്സർ ക്വാണ്ടിറ്റി സപ്ലൈഡ് അറ്റ് എ ഗിവൺ പ്രൈസ്. യെസ്, അത് തന്നെയാണ് ആൻസർ. ഇനി അടുത്ത 20 ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത പാർട്ടിൽ കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ CA ആസ്പിറൻസിനൊക്കെ സെൻഡ് ചെയ്തും കൊടുക്കണേ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻ്റായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ വളരെ ഇൻതൂസിയാസ്റ്റിക് ആയിട്ട് ഹാപ്പി ഫേസോട് കൂടി എക്സാമിന് പോയിട്ട് ഏറ്റവും നല്ല എക്സാം ആക്കിയിട്ട് എഴുതിയിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് യു ഡിസേർവ് ദാറ്റ്.